ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ തന്നെ ചില അനുഭവങ്ങളാണ് കേട്ടോ. ഈ അനുഭവങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ബാല്യത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങൾ നമ്മൾ മുതിർന്നു കഴിഞ്ഞാലും നമ്മളെ ആ അനുഭവങ്ങൾ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. എൻ്റെ ബാല്യത്തിലൊക്കെ ഞാൻ എപ്പോഴും കേൾക്കാറുള്ളൊരു വാക്കാണ് നോ. നോ മലയാളത്തിൽ എന്ന് വെച്ചാൽ പറ്റില്ല, അല്ലേ? ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, ഓടാൻ പാടില്ല, പാടാൻ പാടില്ല, ആടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില ഓരോ കാര്യങ്ങൾ നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുന്നു, അല്ലേ? കൂടുതൽ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് നമ്മളുടെ റിലേറ്റീവ്സിൽ നിന്നാണ്. നമ്മളെ കൂടുതൽ അവർ കൺട്രോൾ ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയാണ് നോ എന്നുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും തന്നെ ചെയ്യാൻ അനുവദിക്കില്ല. ഇതെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുമ്പോൾ അത് രണ്ട് തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്നു. ഒന്ന്, നമുക്ക് ധൈര്യം ഇല്ലായ്മ വരും, അല്ലെങ്കിൽ നമുക്ക് ഫിയർ ഉണ്ടാവും. പല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യക്കുറവുണ്ടാവും, അല്ലയോ? നമ്മൾ പഠിത്ത കാര്യത്തിലായാലും മറ്റുള്ള ആക്ടിവിറ്റീസിലായാലും നമ്മളൊന്ന് പുറകോട്ട് വലിയും. കാര്യം നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വീട്ടുകാരും എല്ലാം എല്ലാ കാര്യത്തിലും നമുക്ക് നോ കൽപ്പിക്കുന്നു. ഈ നോ കൽപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാര്യത്തിലും ഒന്ന് പുറകോട്ട് നിൽക്കുമല്ലേ? ഒരു 3-4 പ്രാവശ്യം നമ്മൾ ബാല്യത്തിലായാലും ചിന്തിക്കുക, ഓ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ കുഞ്ഞമ്മ പറഞ്ഞു, അല്ലെങ്കിൽ മാമൻ പറഞ്ഞു, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പല കാര്യത്തിലും നമ്മൾ എന്താ ചെയ്യും? ഹോൾഡ് ബാക്ക് ചെയ്യും, അല്ലേ? ഹോൾഡ് ബാക്ക് ചെയ്യും. നമ്മുടെ ഓരോ കഴിവിനെ അവർ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് ബന്ധുക്കളാവാം, ചിലപ്പോൾ നാട്ടുകാരാവാം, ചിലപ്പോൾ നെയ്ബേഴ്സും ആവാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ബാല്യം പിന്നിട്ടാൽ നമുക്ക് മനസ്സിലാവും തെറ്റും ശരി എന്താണെന്നല്ലേ? കുറച്ചൊക്കെ ശരിയാവും. പക്ഷെ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് അവരോടൊപ്പം ഇത് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ 100% വിശ്വസിക്കുന്ന ഒരാളോടൊപ്പം നമുക്ക് ഷെയർ ചെയ്യാം. ഞാനത് ചെയ്താൽ ശരിയാവോ? എനിക്ക് ചെയ്യാവോ? എനിക്ക് പാടാവോ? എനിക്ക് ആടാവോ? എനിക്ക് സ്പോർട്സിൽ ചേരാവോ? എനിക്ക് ടൂറ് പോവാമോ? എനിക്ക് മറ്റുള്ളവരെ പോലെ എൻ്റെ ഇഷ്ടങ്ങളും സാധ്യപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയല്ല കുറേ ഡൗട്ട്സുകൾ നമുക്കുണ്ടാവും, അല്ലേ? ബാല്യത്തിലും കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളെല്ലാം തന്നെ നോ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണല്ലേ? കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ശരിയാകുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും, അല്ലേ? ഈ നോ കേട്ട് വളരുന്ന ഒരു വ്യക്തിക്ക് മുതിർന്നു കഴിഞ്ഞാലും ഒരു കാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. അതായത് നമ്മൾ ഡൗട്ട്ഫുൾ ആയിരിക്കും എപ്പോഴും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എനിക്ക് പറയാവോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവോ എന്നുള്ള ഒരു ഡൗട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും കാണും. ഇതുമൂലം നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയില്ല. എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാകും. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് ഇത് സോൾവ് ചെയ്യാതിരുന്നാൽ. കാര്യം ഈ നോ എന്ന് മാത്രം കൽപ്പിക്കുന്ന കുട്ടികളെ അവർ മുതിർന്നു കഴിഞ്ഞാൽ ആ നോ അവരെ ഒരുപാട് ബാധിക്കുന്നു. പല കാര്യത്തിലും അവർക്ക് കോൺഫിഡൻ്റ് ഇല്ലാതെ വരുന്നു. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മറ്റുള്ളവർ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാര്യം അത് നമ്മുടെ ചുമതലയല്ല. അച്ഛനും അമ്മയും ഉള്ള ഒരു കുട്ടിയാണെന്ന് കണ്ടാൽ അവർക്കറിയാം അവരെ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ കലാപരിപാടിക്ക് വിടണം, പാട്ടിന് വിടണോ, ഡാൻസിന് വിടണോ, അതെല്ലാം ഹയർ എഡ്യൂക്കേഷന് പോകണോ, അല്ലെങ്കിൽ പഠിപ്പിക്കണ്ടേ എന്നല്ല ആ മാതാപിതാക്കളുടെ ഇഷ്ടമാണ്. അല്ലാതെ നെയ്ബേഴ്സിൻ്റെയോ മറ്റുള്ള റിലേറ്റീവ്സിൻ്റെയോ ഇഷ്ടമല്ല. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ ആഗ്രഹമാണ് ചെറുമകളെ കല്യാണം കഴിച്ചു വിടണം, അവരുടെ കുട്ടിയെ ഒന്ന് കാണണമെന്ന്. ഇതൊക്കെ സില്ലി ആഗ്രഹങ്ങളാണ്. കാര്യം സ്വന്തം ആഗ്രഹങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്.
നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടേതായ സ്വന്തം ഒപ്പീനിയൻസ് കാണണം. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണേ എവിടെയായാലും. നമ്മൾ സ്ട്രോങ് അല്ലാതായി തീർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ കയറി നമ്മളിരിക്കേണ്ട സ്ഥാനത്തിരിക്കുമെന്ന് നിങ്ങളെല്ലാവരും തന്നെ ഓർക്കുക. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. കാര്യം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും തന്നെ മറ്റുള്ളവരാണ് തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇത് കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നും. കാര്യം വിവാഹിതയാകാൻ പോണ ഒരു പെൺകുട്ടിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കാണില്ല. എല്ലാം വീട്ടുകാരും നാട്ടുകാരും കൂടെ ചേർന്നായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ജീവിതത്തിലോ അവൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. അവൾക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാകില്ല. അവൾക്ക് ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ഒരു പക്ഷേ അവൾ പറഞ്ഞാലോ അവൾ അഹങ്കാരിയായി തീരുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിലൊരു കോൺസെപ്റ്റ്. ഒരു നല്ല കാര്യം അഡാപ്റ്റ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടക്കുറവാണ്. അതേ കണക്കൊരു നെഗറ്റീവ് ആണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ കൂടുതലും ചെന്ന് കൈകാര്യം ചെയ്യാതിരിക്കുക. സ്വന്തം ലൈഫ് അല്ലെങ്കിൽ സ്വന്തം ജീവിതം കൈകാര്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതൊരു അഡ്വൈസ് അല്ല, ഒരു ലെസൺ നമ്മൾ പഠിക്കേണ്ടതാണ്. മറ്റുള്ളവരെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അതൊരു നല്ല സ്വഭാവമല്ല. കാര്യം മറ്റുള്ളവരുടെ ലൈഫിൽ അവർക്ക് പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കാണും. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അവർക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുക. നമ്മൾ അതിലിടപെടാതിരിക്കുക. അതാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ അധികം ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ മാറ്റി നിർത്തേണ്ടവരെ തീർച്ചയായിട്ടും തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ദുഃഖങ്ങൾ മാത്രം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമുക്ക് യോഗ്യരല്ല. അതാണായാലും പെണ്ണായാലും ബന്ധുവായാലും നെയ്ബറായാലും ശരി തന്നെ. നമുക്ക് എന്നും ബുദ്ധിമുട്ട് തന്ന ഒരു വ്യക്തിയെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരെ അകറ്റി തന്നെ നിർത്തണം. നമ്മൾ ഒറ്റപ്പെട്ടു എന്ന ഫീലിംഗ് നമുക്ക് തോന്നുകയും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിന്നാലും നമുക്ക് സ്ട്രോങ്ങറായിട്ട് നിൽക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യണം, അല്ലയോ? വേദന വന്നാൽ ആര് സഹിക്കുന്നു? നമ്മൾ തനിയല്ലേ സഹിക്കുന്ന. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തനിയാണ് സഹിക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെടുത്തേണ്ടവരാണെങ്കിൽ ഒറ്റപ്പെടുത്തുക, മാറ്റി നിർത്തേണ്ടവരാണെങ്കിൽ മാറ്റി നിർത്തുക തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചെയ്യണം. കാര്യം നമുക്ക് മുന്നേറണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.